ഇനി ഇങ്ങനെ ഒരു വിവാഹം നടത്തുമ്പോൾ കയ്യിൽ കരുതേണ്ട ചില ഡോക്യുമെന്റ്സ്, രേഖകളുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിലൊന്നാണ് രണ്ടുപേരുടെയും വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടുകൾ. രണ്ട്, പ്രൂഫ് ഓഫ് അഡ്രസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇന്ത്യൻ പൗരനായിട്ടുള്ള ഇതിലെ വരനായാലും വധുവായാലും അവർ ഇന്ത്യയിൽ കഴിഞ്ഞ അവസാനത്തെ 30 ദിവസം, അതായത് 1 മാസത്തോളമായി ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അതുപോലെ പ്രൂഫ് ഓഫ് മാരിറ്റൽ സ്റ്റാറ്റസ്, അതായത് മുൻപ് ഇതിലെ വരനോ വധുവോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിന്റെ ജഡ്ജ്മെന്റ്, ഇനി അതിലെ പാർട്ണർ മരിച്ചു പോയതാണെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ രണ്ടുപേരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, പിന്നെ ഏജ് പ്രൂഫ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ വരന് 21 വയസ്സും വധുവിന് 18 വയസ്സും തികഞ്ഞു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഈ കല്യാണത്തിൽ ഏർപ്പെടുന്ന വിദേശ വനിതയോ വിദേശ പുരുഷനോ ആരായാലും അവരുടെ ആ രാജ്യത്തെ എംബസിയിൽ നിന്നോ ആ രാജ്യത്തെ കൗൺസിലേറ്റിൽ നിന്നോ ഈ മാരേജിന് യാതൊരുവിധ ഒബ്ജക്ഷനും ഇല്ല എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആയിട്ട് കയ്യിൽ കരുതണം.